നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും കടന്നാക്രമിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഇതര മതവിഭാഗങ്ങളിലെ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കും ശിവഗിരി മഠത്തിനും ധൈര്യമുണ്ടോ എന്ന് G. സുകുമാരൻ നായർ ചോദിച്ചു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് കയറാനുള്ള നിയന്ത്രണത്തിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലായിരുന്നു ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് കയറുന്നതിനുള്ള വിലക്കിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശം. ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് വിരുദ്ധമാണിതെന്ന സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിനെ അതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്തുണച്ചിരുന്നു. ഇതിനെതിരെയാണ് മന്ദം ജയന്തി സമ്മേളനത്തിലെ പ്രസംഗത്തിൽ G. സുകുമാരൻ നായരുടെ മറുപടി. ശിവഗിരി മഠത്തെയും മുഖ്യമന്ത്രിയെയും എടുത്തു പറഞ്ഞ് G. സുകുമാരൻ നായർ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയാകാം. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമാണെന്നും അത് തിരുത്താനാകില്ലെന്നും G. സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ മുഖ്യമന്ത്രി അനുകൂലിച്ചത് തെറ്റായി പോയെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. 24 കോട്ടയം. 11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിലെ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പെരുന്ന മണ്ണിന്റെ സന്തതിയെന്നും NSSന്റെ പുത്രൻ എന്നുമാണ് രമേശ് ചെന്നിത്തലയെ G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. മുറിച്ചു മാറ്റാനാകാത്ത ബന്ധമാണ് NSSുമായി ഉള്ളത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വൈകാരിക പ്രസംഗം. വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. താക്കോൽ സ്ഥാന പ്രസ്താവനയുടെ പേരിൽ G. സുകുമാരൻ നായരുമായി അകന്ന രമേശ് ചെന്നിത്തല ഇടവേളയ്ക്ക് ശേഷം NSS വേദിയിലെത്തിയത് മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായയാൾ രമേശ് ചെന്നിത്തലയെന്ന് അകലം മറന്ന് G. സുകുമാരൻ നായരുടെ പ്രസ്താവന. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഏരിയയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രനെന്നാണ് G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. മതനിരപേക്ഷതയുടെ കുലീന ബ്രാൻഡാണ് സുകുമാരൻ നായരെന്ന് രമേശ് ചെന്നിത്തല. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. വൈകാരികമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പുതിയ ചേരിപ്പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് NSSന്റെ പിന്തുണ. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിക്കെതിരെ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് നിലപാട്. നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷൻ MD നികോഷ് കുമാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അപകടത്തിൽ GCDAക്ക് വിശദീകരണം തേടി പോലീസ് നോട്ടീസ് നൽകി. ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യയുണ്ണിയായിരുന്നു. സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യയുണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ മൊഴി രേഖപ്പെടുത്തും മുൻപേ ദിവ്യയുണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ ദിവ്യയുണ്ണിയെ വിളിപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാകും. GCDAയുടെ നിബന്ധനകൾ പാലിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 24 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി വേദിയിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ഒരാൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത വേദിയാണ് സ്റ്റേഡിയത്തിൽ സംഘാടകർ ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു.
ആശുപത്രിയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. സംഘാടകരുടെ വീഴ്ച വെളിവാക്കുന്നതാണ് ദൃശ്യം. വേദിയിലേക്ക് കയറി വന്ന MLA ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തുടർന്ന് നടനും മൃദംഗവിഷൻ രക്ഷാധികാരിയുമായ സിജോയ് വർഗീസിന്റെ ആവശ്യപ്രകാരം ഇരിപ്പിടം മാറുന്നു. മറ്റൊരു ഇരിപ്പിടത്തിലേക്ക് നടക്കുന്നതിനിടെയാണ് കാൽവഴുതി താഴേക്ക് വീണത്. നടന്നു നീങ്ങാനുള്ള സ്ഥലം പോലും വേദിയിലില്ല. അപകടം നടക്കുമ്പോൾ മന്ത്രി സജി ചെറിയാനും ADGP S ശ്രീജിത്തും കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യയും വേദിയിലുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ്. പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രാർത്ഥനയോടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. 24 കൊച്ചി. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംതാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. കേരളത്തിന്റെ 23ാമത് ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പത്നി അനഘ അർലേക്കറിനൊപ്പം കേരളീയ വേഷം ധരിച്ചാണ് രാജേന്ദ്ര അർലേക്കർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാഷ്ട്രപതിയുടെ നിയമന ഉത്തരവ് വായിച്ചു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുതിയ ഗവർണറെ അനുമോദിച്ചു. മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രി ഗവർണർക്ക് പരിചയപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലുള്ളപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ ഗവർണറോട് മുൻവിധിയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ. സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാറെന്ന് വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി ഡോക്ടർ തഖ്ത് റവഞ്ചിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ഇറാന്റെ പ്രതികരണം. മാനുഷിക പരിഗണന മുൻനിർത്തി തങ്ങളാൽ കഴിയുന്നതെന്തും ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. ഇതുവരെയും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി നടത്തിയ ചർച്ചകൾ ബലം കണ്ടിട്ടില്ല. 2017 കേസിനാസ്പദമായ സംഭവം നടന്നത്. 24 ഡൽഹി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ KFC നിക്ഷേപിച്ചത് 60 കോടി രൂപ എന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ ധനമന്ത്രി KN ബാലഗോപാലും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും തള്ളി. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ മറികടന്ന് പണം നിക്ഷേപിച്ചു എന്നാണ് ആരോപണം.
60,80,00,000 രൂപയാണ് 2018 നിക്ഷേപിച്ചത്. കമ്പനി ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്തായിരുന്നു ഇത്. 2019 കമ്പനി അടച്ചുപൂട്ടി. 2018, 2019, 2020 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേര് പോലും പറഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7,09,00,000 രൂപ കിട്ടി. റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. കമ്പനി അടച്ചുപൂട്ടിയതിന് പിന്നാലെ 7,09,00,000 രൂപ തിരികെ ലഭിച്ചു. പലിശ അടക്കം കിട്ടേണ്ട 101 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം തെളിയിക്കട്ടെ എന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ മറുപടി. 17% ക്യാപിറ്റൽ അഡക്വസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത്? നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിക്ഷേപം നടത്തിയതെന്നും നഷ്ടപരിഹാരത്തിന് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ. അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് KFC ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. ചെറുകിട നിക്ഷേപകരെ സഹായിക്കാൻ ആരംഭിച്ച KFCയെ സംബന്ധിച്ച ആരോപണത്തിന് വരും ദിവസങ്ങളിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. 24 തിരുവനന്തപുരം. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000 രൂപ അധികമായി നൽകണം. നിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമെന്നായിരുന്നു 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്ക് ഇത്തവണയും കൈ പൊള്ളും. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയും നിരക്കുള്ളപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഈടാക്കുന്നത് 1,25,000 രൂപ. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. നിരക്ക് കുറയ്ക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. ഹജ്ജിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ പിന്നെ നമ്മുടെ എയർ ഇന്ത്യ MD-ക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നതും കരിപ്പൂർ വഴിയാണ്. 5,755 പേർ. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരുമാണ് ഹജ്ജിനായി പോകുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള 2024 ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം. നിരക്ക് കുറക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. 24 തിരൂർ. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും പത്രാധിപരുമായ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ ഇന്ന് സംസ്കാരം നടക്കും. തിരുവനന്തപുരത്തെ ശ്രീവരാഹത്ത് നിന്നൊഴുകി തുടങ്ങി മലയാളി ഉള്ളിടത്തെല്ലാം ആസ്വാദകരെ സൃഷ്ടിച്ച സൗമ്യ പ്രവാഹം. അതായിരുന്നു S. ജയചന്ദ്രൻ നായർ എന്ന വ്യക്തിയും പത്രാധിപരും. കൗമുദി വാരികയുടെ പത്രാധിപരായിരുന്ന K. ബാലകൃഷ്ണന്റെ ശിഷ്യനായി പത്രപ്രവർത്തനത്തിലേക്ക് വന്ന ജയചന്ദ്രൻ നായർ പിന്നീട് കലാകൗമുദി വാരികയുടെ പത്രാധിപരായി. മലയാള മാഗസിൻ ജേർണലിസത്തിന്റെ സുവർണകാലമായിരുന്നു അത്. വാരികകളുടെ ഉള്ളടക്കത്തിൽ പല പരീക്ഷണങ്ങൾക്കും തയ്യാറായ ജയചന്ദ്രൻ നായർ മൂല്യങ്ങളെ ബലി കഴിച്ചതുമില്ല. ഇന്ന് മലയാളം കൊണ്ടാടുന്ന പല സാഹിത്യ സൃഷ്ടികളും വെളിച്ചം കണ്ടത് ജയചന്ദ്രൻ നായർ പത്രാധിപരായിരുന്ന കലാകൗമുദിലൂടെയാണ്. വലിയ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ പല രചനകളും ഇക്കൂട്ടത്തിലുണ്ട്. ലോകസാഹിത്യത്തിലെ സ്പന്ദനങ്ങൾ അറിയിച്ച M. കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലവും ജയചന്ദ്രൻ നായരുടെ ആശയ സാക്ഷാത്കാരമായിരുന്നു. പുതിയ എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും പരിചയപ്പെടുന്നവരും ജയചന്ദ്രൻ നായർ പ്രത്യേക താല്പര്യം കാട്ടി. സാഹിത്യ സാംസ്കാരിക രംഗത്തോട് മാത്രമായിരുന്നില്ല ജയചന്ദ്രൻ നായർക്ക് മമത. എണ്ണം പറഞ്ഞ അന്വേഷണാത്മക റിപ്പോർട്ടുകളും അക്കാലത്ത് കലാകൗമുദി പ്രസിദ്ധീകരിച്ചു. 1997 കലാകൗമുദി വിട്ട് സമകാലിക മലയാളം വാരിക തുടങ്ങിയ ജയചന്ദ്രൻ നായർ 2013 വരെ അവിടെ പ്രവർത്തിച്ചു. നല്ലൊരു സിനിമ ആസ്വാദകനും നിരൂപകനുമായിരുന്ന ജയചന്ദ്രൻ നായർ ശ്രദ്ധേയമായ പല ചിത്രങ്ങളുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത ചിത്രങ്ങളായ പിറവിയുടെയും സൊമ്മിൻ്റെയും കഥാകൃത്തും നിർമ്മാതാവും ജയചന്ദ്രൻ നായരാണ്. ലോകസാഹിത്യത്തിലെ ശ്രദ്ധേയമായ പുസ്തകങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടുള്ള രചനകളും ജയചന്ദ്രൻ നായരുടെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നു.
റോസാദലങ്ങൾ, വെയിൽ തുണ്ടുകൾ, ഉന്മാദത്തിന്റെ സൂര്യകാന്തികൾ എന്നിവ ശ്രദ്ധേയമായ രചനകളാണ്. എന്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥയ്ക്ക് 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 24 തിരുവനന്തപുരം. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥി നേദ്യ രാജേഷിന് കണ്ണീരോടെ വിട നൽകി നാട്. നാട്ടുകാരും സഹപാഠികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് പേരാണ് നേദ്യയെ അവസാനമായി കാണാനെത്തിയത്. സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സ്കൂളിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് അനുജത്തിക്ക് ഒരു കഷ്ണം കേക്കുമായാണ് നേദ്യ ഇന്നലെ വീട്ടിലേക്ക് പോയത്. കളിച്ച് രസിച്ച അതേ സ്കൂൾ ഹാളിലേക്ക് ചേതനയേറ്റ ശരീരമായി മടങ്ങി വരവ്. നടുക്കം മാറാതെ കൂട്ടുകാരും അധ്യാപകരും നേദ്യയെ കാണാനെത്തി. മക്കളെ പറ്റി പറയാൻ നമുക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ കുറുമാത്തൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. അതേസമയം അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബ്രേക്ക് പൊട്ടിയതാണെന്ന ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. ബസ്സിന് യാതൊരു സാങ്കേതിക തകരാറുമില്ലെന്നാണ് പരിശോധനയിലെ കണ്ടെത്തൽ. അപകടമുണ്ടായ അതേ സമയത്ത് നിസാമുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നുവെന്നതിൽ വ്യക്തതക്കായി മോട്ടോർ വാഹന വകുപ്പ് സൈബർ സെല്ലിനോട് വിവരം തേടിയിട്ടുണ്ട്. നിസാമുദ്ദീനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. 24 കണ്ണൂർ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പ്രതിഷേധത്തിൽ 2 സ്കൂളുകൾക്കെതിരെ നടപടി. തിരുനാവായ നാവാ മുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളെ 1 വർഷത്തേക്ക് വിലക്കി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാന സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്തിയവർക്കെതിരെ കടുത്ത നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. തിരുനാവായ, നാവാമുകുന്ദ, കോതമംഗലം, മാർബേസിൽ എന്നീ സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ കായികമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനത്തിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ 3-അംഗ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പുതിയ നടപടി. NMHSS തിരുനാവായ, മലപ്പുറം, മാർബേസിൽ, HSS കോതമംഗലം, എറണാകുളം എന്നീ സ്കൂളുകളെ വരുന്ന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള മത്സരത്തിൽ നിന്ന് വിലക്കി എന്ന് തീരുമാനമായിട്ടുണ്ട്. മേളകൾ അലങ്കോലപ്പെടുന്ന സ്കൂളുകളെ വരും വർഷങ്ങളിലും വിലക്കും. സ്കൂൾ കായികമേളയിലും കലോത്സവത്തിലും ഇത് ബാധകമായിരിക്കും. സമിതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരിക്കും ഇക്കുറി കലോത്സവം നടക്കുക. 24 തിരുവനന്തപുരം. സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി അനന്തപുരി. 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ. കേരളം കണി കണ്ടുണരുന്ന നന്മ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിള പ്രധാന വേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കി സംഘാടകർക്ക് കൈമാറി. മറ്റന്നാൾ രാവിലെ മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഫലമറിയാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ശാന്തിഗിരി ഫെസ്റ്റിൽ എത്തുന്നവരെ വിസ്മയിപ്പിക്കാൻ ഇനി മുതൽ റോബോട്ടിക് ഷോയും. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. മേള അവസാനിക്കുന്നതുവരെ കുട്ടികൾക്കുള്ള പ്രവേശനം സൗജന്യമാണ്.
ശാന്തിഗിരിയിലെത്തുന്നവർക്ക് ഇനി മുതൽ റോബോട്ടിക് ഷോയും ആസ്വദിക്കാം. റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി IPS നിർവഹിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി K. മുഹമ്മദ് ഷാഫി IPS SP ഓഫ് ഇക്കണോമിക് ഓഫൻസ് വിംഗ് എറണാകുളം റേഞ്ച് അദ്ദേഹം നമ്മുടെ റോബോട്ട് വേൾഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. പലയിനം റോബോട്ടുകളും 3D പ്രിന്റിംഗും ഉൾപ്പെടെ ഒരു പിടി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോയും പിന്നെ ഈ പറഞ്ഞ റോബോട്ടിക് ഡോഗുകളും എയുടെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊണ്ട് അതിൻ്റെ എന്താണ് അവരൊരു 2-3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള അവർക്ക് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾ കണ്ട പോലെ കുഞ്ഞു റോബോട്ട്സിനെ ഇവിടെ നിന്ന് അസംബിൾ ചെയ്യാം, അവർക്ക് ഇവിടെ ഗെയിം പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് തന്നെ ഒരു ചെറിയ ടോയ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മികച്ച ഉദ്യമമെന്ന് മുഹമ്മദ് ഷാഫി IPS. റോബോട്ട് കൊള്ളാം. കാരണം തീർച്ചയായിട്ടും ഇനി ഉള്ള പുതിയ ബീറ്റ ജനറേഷൻ ഇന്നലെ തുടങ്ങി. ബീറ്റ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് AI-യെയും അതുപോലെ തന്നെ ടെക്നോളജിയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു മാറ്റമാണ്. ആദ്യമായി റോബോട്ടുകളെ കണ്ട കുട്ടികളും ഹാപ്പി. നല്ല രസമുണ്ട്. ഇത് ഇഷ്ടമുണ്ട്. ഇത് എനിക്ക് വീട്ടിൽ കൊണ്ടാണ് ഇത്. ഇതെന്താ ഈ കള്ളന്മാരൊന്ന് പിടിക്കും. അതേസമയം കുട്ടികൾക്കുണ്ടായിരുന്ന സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ജനുവരി 19 വരെ നീട്ടി. ഡിസംബർ 20 തുടക്കമായ മെഗാ ഫ്ലവർ ഷോയിൽ ഇതിനകം സന്ദർശകരുടെ വൻ തിരക്കാണ്. മഞ്ഞിൻ താഴ്വരയും അരയന്നങ്ങളുടെ വീടും പക്ഷി സങ്കേതവുമൊക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.